ആ ഒരു കോംബോ കൊള്ളായിരുന്നു. പിന്നെ ലാലേനും സന്ദീപുമായിട്ടുള്ള ആ ഒരു കോംബോ ഒക്കെ അടിപൊളിയായിരുന്നു. പ്രേമലിന് ശേഷം നല്ലൊരു കോമഡി മൂവി തന്നെയാണ്. ലാലേടെ അടിപൊളിയാണ്. പഴയ ഒരു എന്ന് പറയുമ്പോൾ തുടരും പോലെയല്ല, ഇമോഷണലി കണക്ട് ആ ഒരു സംഭവമല്ല, എന്നാലും ഒരു ഫീൽ ഗുഡ് മൂവി. ലോയും ഇല്ല ഹൈയും ഇല്ലാതെ ആ ഒരു ഒഴുക്കിലങ്ങ് പോകുന്ന ഒരു പടമായിട്ടാണ്. കുഴപ്പമില്ല, ഫാദറായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഫീലായി, കൊള്ളായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു, നല്ല കണ്ടൊരു ഫീലായിരുന്നു. പിന്നെ സത്യൻ അന്തികാട് മോഹൻലാൽ കോംബോ നൈസായിട്ട് വർക്കൗട്ട്. എസ്പെഷ്യലി പറയേണ്ടത് മോഹൻലാലും സംഗീത് പ്രതാപിൻ്റെ കോമ്പിനേഷൻ, അത് നൈസ്, നല്ലോണം വർക്കായിട്ടുണ്ട്. ഒരു ലൈക്ക് എന്തോ മടുപ്പ് തോന്നിയിട്ടില്ല പടത്തിൽ. തുടക്കം തൊട്ട് ലാസ്റ്റ് ഒരു ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്ത് ഇരുത്താനുള്ളൊരു കോറ് പടത്തിലുണ്ടായിരുന്നു. വൈബായിരുന്നു പടം. പണ്ടത്തെ ലാലേട്ടനെ കണ്ടൊരു എഫക്റ്റ് ആയിരുന്നു. പിന്നെ സത്യൻ അന്തികാടും ലാലേട്ടൻ കോമ്പിനേഷൻ കൊള്ളാം. പിന്നെ എടുത്തു പറയേണ്ടത് ലാലേട്ടൻ മറ്റേ അമൽ ഡേവിസ് സംഗീത് പ്രതാപിൻ്റെ കോമ്പിനേഷൻ, അത് നൈസായിട്ട് വർക്കൗട്ട് ചെയ്തു. നല്ല എൻ്റെ പേഴ്സണൽ ഇതാണ് മോഹൻലാൽ. നന്നായിട്ടുണ്ട്, നല്ല കോമഡി, മൊത്തം കൊള്ളാം. നല്ല സിനിമ, ലാലേട്ടൻ നല്ലൊരു ഗിഫ്റ്റാണ്. കൊള്ളാം, നല്ല സിനിമ, ഫീൽ ഗുഡാ, കണ്ടുകൊണ്ടിരിക്കാം, നമുക്ക് ബോറടിയൊന്നുമില്ല. 3 മണിക്കൂർ പോകുന്ന ആ ഒരു ടൈമൊന്നും അറിയത്തില്ല. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ചിരിച്ചുകൊണ്ട് തന്നെ അകത്തോട്ട് കയറാനും ചിരിച്ചുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങാനും പറ്റുന്നൊരു എല്ലാം നല്ല. ലാസ്റ്റ് വരുന്ന ക്യാമിയോ റോളും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത് ആരെന്നൊന്നും പറയുന്നില്ല, എല്ലാം നല്ലതായിട്ടുണ്ട്. എല്ലാവരും അവരുടെ രണ്ടുപേരുടെ ആ ഡ്യുവോ ഭയങ്കര നല്ല രസമുള്ള, നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല കോമഡി ആയിട്ട് കുറച്ച് നേരം നല്ല മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ സത്യൻ അന്തികാടിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയോടെയാണ് കാണാൻ വന്നത്. കുറേ നാളുകൾക്ക് മുമ്പുള്ള ഒരു സത്യൻ അന്തികാടിൻ്റെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഉടനീളം ഒരു കഥയുണ്ടല്ലോ. ഇത് നമുക്ക് കഥ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ത്രെഡാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനെ ഇന്നത്തെ ഒരു കാലഘട്ടവുമായിട്ട് യോജിച്ച്, എന്നാൽ സത്യൻ അന്തികാടിൻ്റെ പണ്ടത്തെ ഒരു ഇതുമായിട്ട് നമുക്ക്, അതായത് എന്നെ പോലുള്ള ജനറേഷനിലൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ സംഗീതം എന്ന് പറയുന്ന ക്യാരക്ടർ. മോഹൻലാലിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അയാൾക്ക് വലിയൊരു ബ്രേക്കായിരിക്കും ഈ സിനിമ. പിന്നെ മോഹൻലാലിന് എന്നാ ഗ്ലാമർ, സൂപ്പർ ഗ്ലാമർ. പ്രത്യേകിച്ച് ആ ലാസ്റ്റ് ഒരു ക്രീം കളർ ജുബ്ബയൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. അത്രയ്ക്കും ഭയങ്കര സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമ. പിന്നെ ആ നായിക അതും നന്നായിട്ട് ഓരോ എക്സ്പ്രഷനും വളരെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ പോലും അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, ഓരോ ഭാവങ്ങളും നന്നായിട്ടുണ്ട്. പിന്നെ സംഗീതയെ കാണാൻ പറ്റിയ കുറേ നാളുകൾക്ക് ശേഷം. പിന്നെ മീര ജാസ്മിൻ വളരെ ചെറിയൊരു ലാസ്റ്റാണ് മീര ജാസ്മിൻ അപ്പിയർ ചെയ്യുന്നത്. പക്ഷേ ഒരു ഭംഗി മീര ജാസ്മിനെ കാണാനായിട്ട് ഒരു തുള്ളിയാണ് വരുന്നത്, എന്നാലും നല്ല ഭംഗി. പിന്നെ ലാലു അലക്സ്, ജനാർദ്ദനൻ, അവർക്കൊക്കെ നല്ല റോള് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല സിനിമ. എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ആവറേജ് ഒന്നുമല്ല, നല്ല ഇങ്ങനെ കണ്ടിരിക്കാം. മോഹൻലാലിൻ്റെ ഗ്ലാമർ തന്നെ കുറേ നേരം ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. നെഗറ്റീവ് എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ, നന്നായിട്ട് നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. കുഴപ്പമില്ല, നല്ല ഫാമിലി മൂവിയാണ്. നല്ല ഒരു ഡിഫറെൻറ്റ് മോഹൻലാലെ കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്ടമായി പടം നല്ലതാണ്, അടിപൊളി പടമാണ്. ലാലേട്ടൻ അടിപൊളിയാണ്, പഴയ ലാലേട്ടൻ. ലാലിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം. ഞാനൊരു സ്ഥിരം സിനിമ കാണുന്ന ആളല്ല, എങ്കിലും വളരെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. വളരെ നല്ല ഒരു പ്രതികരണം, കൊള്ളാം എന്നുള്ള ഒരു നല്ല പിക്ചറായിരുന്നു. ലാലേട്ടൻ നല്ല അഭിനയം, നല്ലതുണ്ട്, നന്നായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പൂനെയിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ. നല്ല ഇപ്പം ഇല്ല, ഇപ്പം ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്നത്, നാളെ പോകും. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണ് നിറഞ്ഞ് എന്തായാലും സന്തോഷം കണ്ടിട്ട്. മോഹൻലാൽ നല്ല റോൾ, നല്ല അഭിനയം.